ആദ്യമെടുത്ത മൊബൈൽ നമ്പറുകളാവില്ല നമ്മളിൽ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മുമ്പ് ഉപയോഗിച്ച് പിന്നീട് ഒഴിവാക്കിയ ആ നമ്പറുകൾ ഇപ്പോൾ നിങ്ങളുടെ പേരിലാണോ? ഇക്കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? ഫോൺ നമ്പറുകൾ റീചാർജ് ചെയ്യാതിരുന്നാൽ തന്നെ ഡിസ്കണക്റ്റ് ആയിക്കൊള്ളുമെന്ന് ധരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമം അനുസരിച്ച് നമ്പറുകൾ റീചാർജ് ചെയ്യാതിരുന്നാൽ നിശ്ചിത കാലത്തേക്ക് പഴയ ഉപഭോക്താവിന് ആവശ്യമെങ്കിൽ തിരികെ എടുക്കുന്നതിന് മൊബൈൽ കമ്പനി കരുതലിൽ വെക്കും. അതിനുശേഷം പുതിയ ഉപഭോക്താവിനെ കൈമാറുന്നതിനായി കമ്പനി ഈ നമ്പർ ലിസ്റ്റ് ചെയ്യും. പഴയ സീരീസുകളിലുള്ള ഈ നമ്പറുകൾ ചിലപ്പോൾ പുതിയ ഉപഭോക്താവിലെത്താം, എത്താതിരിക്കാം. പുതിയ ഉപഭോക്താവ് ബന്ധപ്പെട്ട രേഖകൾ നൽകി ഈ നമ്പർ സ്വന്തമാക്കുന്നതുവരെ കമ്പനി രേഖകളിൽ ഈ നമ്പർ പഴയ ഉപഭോക്താവിൻ്റെ പേരിലായിരിക്കും. എങ്ങനെ അറിയാം തൻ്റെ പേരിൽ എത്ര നമ്പറുകൾ നിലവിലുണ്ടെന്ന്? sanjarsathi.com എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ കയ്യിലുള്ള ഏതെങ്കിലും ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന OTP നമ്പർ നൽകുക. അടുത്ത ക്ലിക്കിൽ കാണാം നിങ്ങളുടെ പേരിൽ എത്ര നമ്പറുകൾ നിലവിലുണ്ടെന്ന്. നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പർ നിങ്ങളുടെ പേരിൽ കണ്ടെത്തിയാൽ ബ്ലോക്ക് ചെയ്യാനും ഇതുവഴി സാധിക്കും. മുമ്പ് ഉപയോഗിച്ചൊരു ഫോൺ നമ്പറിനെ കുറിച്ച് ഇത്രയ്ക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ? ആശങ്കപ്പെടണമെന്നാണ് കൊല്ലം സ്വദേശിയായ ജിതിൻ എന്ന യുവാവിനുണ്ടായ അനുഭവം. അജ്ഞാതർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം പേറേണ്ടി വന്നു. ഒടുവിൽ ജയിൽവാസവും. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ID കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു, ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ. വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ, ഇന്നണക്കൊരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. ആണ്, എൻ്റെ അഡ്രസ്സാണ്. ഒരു നമ്പർ കാണിച്ചു. അതിനാ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ID എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര്, ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. അപ്പോൾ സ്വാതി ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് സ്വാതി ജിതിന് കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാമായിരിക്കും. സ്വാതി ജിതിൻ്റെ അടുത്ത് പോകാമെന്നും പറഞ്ഞ് വൈഫിൻ്റെ വീട്ടിലോട്ട് പോകാനാണെന്നും പറഞ്ഞ് എന്നെ ഇറക്കിയത്. ജിതിൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ബാങ്ക് അക്കൗണ്ട് തുറന്നതും ഇടപാടുകൾ നടത്തിയതും. ഈ ഒരു സിമ്മും അഡ്രസ്സിൻ്റെയും പേര് മാത്രം ഞാൻ പൈസ എടുത്തു, എൻ്റെ അക്കൗണ്ടിലോട്ട് അന്നേരവും പൈസ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏത് അക്കൗണ്ട് എൻ്റെ അതിനകത്ത് പറയുന്ന ഒരു വ്യക്തികളെ അറിഞ്ഞൂടാ. അവർ പറഞ്ഞു അവരെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. സമാനമായ സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഫോൺ നമ്പർ ഉപേക്ഷിച്ചാൽ ബന്ധപ്പെട്ട ഓപ്പറേറ്റർക്ക് അപേക്ഷ നൽകി ഉടമസ്ഥാവകാശം മാറാനും മറക്കരുത്. ജാഗ്രത. ന്യൂസ് ഡെസ്ക്, News 18.